മത്തിക്ക് 340 രൂപ, അയലയ്ക്ക് 340 രൂപ, നെത്തോലി 200 രൂപ. കഴിഞ്ഞ ആഴ്ച ഫേഷ്യൽ ചെയ്തിട്ട് ഇന്ത്യക്കാരൻ 2000 രൂപ മേടിച്ചു. ഈ മോന്തൊക്കെ 250 മതി. എടി ബീഫ് കറി വെക്കണ്ട, വരട്ടിയാ മതി, കുരുമുളക് ഇട്ടിട്ട്. ഉള്ളി വട്ടത്തിലണ്ടരിയ ചെറുനാരം കണ്ട് പിഴിഞ്ഞിട്ടേ. ബീഫിന് 360. കഴിഞ്ഞ പെരുന്നാൾക്ക് 350 വിഷുവിന് 20 കൂട്ടിയില്ലേ? ഈ പെരുന്നാക്ക് ഇപ്പൊ 400 ആവും. എടി ചിക്കൻ ആക്കിയാലോ, കുരുമുളക് ഇട്ടിട്ട് ഉള്ളി വട്ടത്തിലരിഞ്ഞിട്ട്. നിങ്ങൾ എന്തേലും ആക്കുവേ മേടിച്ചിട്ട് വാ. 2.5 കിലോ എടുക്കട്ടെ. 2.5 കിലോനാ? ഇത് പിന്തൂക്കം കൂടിയ കോഴിയാ, ഉദ്ഘാടനത്തിനൊക്കെ പോണ കോഴിയാ. കിലോ വെറും 160 രൂപ. അൽഫാമൊക്കെ എന്താക്കി എങ്ങനെ ഇട്ടണം? വെട്ടാൻ പറ്റേ, ഒരു മിനിറ്റ്. ഇതിപ്പോ 400 രൂപ മേലല്ലോ, ഇതിലും മേലെ ബീഫല്ലേ. ഏടിയാ എന്തേന്ന് മീനാക്കിയാലോ, കുരുമുളക് ഇട്ടിട്ട്. മീനെങ്കിൽ മീനേ മേടിച്ചിട്ട് വാ. ഞാനിവിടെ ഉള്ളി വട്ടത്തിൽ എന്നോട് സുമുഖനായ മത്തി 42 വയസ്സ്, അവിട്ടം നക്ഷത്രം 360 2 കിലോ എടുക്കട്ടെ. 360 അത് പണ്ട് ഇപ്പൊ മത്തി ആവലിയുടെ പുതിയാപ്പിളെ. എടിയ സാമ്പാറാക്കിയാലോ, ഉള്ളി വട്ടത്തിലരിഞ്ഞിട്ട്. വട്ടത്തിലല്ല, നീളത്തില്. ഞങ്ങളൊന്ന് പറയിപ്പിക്കണത്. അന്റെ പിന്നിലാലോ കൊലോ. എടോ സാമ്പാർ സ്വന്തമല്ല, വേറെ 70 റുപ്യള്ളക്കാ. പെണ്ണുങ്ങളെവിടെ ഉള്ളി വട്ടത്തിലരിഞ്ഞിട്ടുണ്ട്. ഈ വേണ്ടെടുത്ത 2 തക്കാളി കൂടുതൽ ഇട്ടാ മോനെ. തക്കാളിക്ക് 75 റുപ്യാണ്. സാമ്പാറിൽ തക്കാളി ഉണ്ടാവില്ല ചേട്ടാ. ബീൻസ് 150 റുപ്യ, പയറ് 100 റുപ്യ, മല്ലിച്ചപ്പും പതിന് 200 റുപ്യ. ഇതൊന്നും ഇതിലുണ്ടാവില്ല ചേട്ടാ. ചേന ഉണ്ടാവും, 80 റുപ്യ അതുണ്ടാവൂലട്ടാ. പിന്നെ ഇപ്പൊ എന്താ സാമ്പാർ രസത്തില്ല. സാമ്പാർ രക്ഷണം എന്നുള്ള പേരുണ്ടാവും. അല്ല മനുഷ്യ, നിങ്ങൾ കോൽക്കളിക്ക് പോയതാ, കറിക്കൊന്നും മേടിച്ചില്ലേ? ഇനി മുതൽ ഇവിടെ മുരിങ്ങന്റെ മുരിങ്ങക്കായും മതി. മുരിങ്ങക്കായ ആകുമ്പോ 2 കാര്യം. പുള്ളിയോ? ഉള്ളിയാ? ഉള്ളി വട്ടത്തിൽ തന്നെ അരിഞ്ഞു. അധികാരം ദുഷിപ്പിച്ച പരമാധികാരം പരമമായി ദുഷിപ്പിക്കുന്ന കിരീടങ്ങളെയും വാഴ്ത്തുപാട്ടുകളിൽ സുഖിച്ചമർന്നിരിക്കുന്ന അധികാര സാമ്രാട്ടുകളെ നോക്കി മുകുന്ദൻ പറയുകയാണ്, സിംഹാസനങ്ങളുടെ രുചി അറിഞ്ഞവരെ, നിങ്ങൾ ആ സിംഹാസനം വിട്ടുപോ, ഇല്ലെങ്കിൽ വരുന്നുണ്ട് നിങ്ങളെ പറിച്ചെറിയാൻ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടുമടുത്ത ഗതികെട്ടൊരു ജനാരവം.